ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന പോളിംഗ് ടീം ഉപയോഗിക്കേണ്ട മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണ്, അവയിൽ എപ്പോഴൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഒരൊറ്റ കാര്യത്തിന്റെ 18ാം അധ്യായം ചർച്ച ചെയ്യുന്നത്. പോളിംഗ് ബൂത്തിലെത്തുന്ന പോളിംഗ് ടീമിലെ പ്രിസൈഡിംഗ് ഓഫീസറോ ഒന്നാം പോളിംഗ് ഓഫീസറോ ആണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യേണ്ടത്. ഇവരിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടാകണമെന്ന് നിഷ്കർഷിക്കുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 2 മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് പോൾ മാനേജർ എന്ന പേരിലും രണ്ടാമത്തേത് ASD മോണിറ്റർ എന്ന പേരിലുമുള്ള ആപ്ലിക്കേഷനുകളാണ്. പോൾ മാനേജർ ആപ്ലിക്കേഷൻ പോളിംഗിന്റെ തലേന്നും പോളിംഗ് ദിവസവും പോളിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ആകെ 20 ചോദ്യങ്ങളാണ് കൃത്യമായ സമയത്ത് തന്നെ ഉത്തരം നൽകേണ്ടതായി ഇതിലുള്ളത്. ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. പോൾ മാനേജറുടെ ലോഗിൻ സ്ക്രീനിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെയോ പോളിംഗ് ഓഫീസറുടെയോ മൊബൈൽ നമ്പർ നൽകി പ്രൊസീഡ് എന്ന് കൊടുത്താൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് നീങ്ങാവുന്നതാണ്. അടുത്ത സ്ക്രീനിൽ വരുന്നത് നിങ്ങൾക്ക് ലഭിച്ച നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ലഭിച്ച OTP എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. OTP എൻ്റർ ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം ലഭിക്കും. മൊബൈലിൽ ലൊക്കേഷൻ സ്വിച്ച് ഓൺ ചെയ്ത് അടുത്ത നടപടികളിലേക്ക് നീങ്ങുക. തുടർന്നുള്ള സ്ക്രീനിൽ നിങ്ങളുടെ പേരും പ്രിസൈഡിംഗ് ഓഫീസറാണോ ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണോ എന്നുള്ളതും നിങ്ങളുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും ലോക്സഭാ മണ്ഡലത്തിന്റെയും ഒക്കെ പേരുകളും പോളിംഗ് സ്റ്റേഷന്റെ വിവരങ്ങളും വരും. അതിന്റെ വലതുഭാഗത്തായി കാണുന്ന Q0/20 എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ ഉത്തരം നൽകുന്ന മുറയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. അതിനു താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ എന്ന ഭാഗത്താണ് പ്രസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങളിലേക്കും പ്രവേശിക്കേണ്ടത്. പോളിംഗിന് തലേന്ന് 2 ചോദ്യങ്ങൾക്കും പോളിംഗ് ദിനത്തിൽ 18 ചോദ്യങ്ങൾക്കും ഉൾപ്പെടെ ആകെ 20 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം നൽകേണ്ടത്. ആദ്യ ചോദ്യം പോൾ പാർട്ടി ഡിപ്പാർട്ടഡ് ഫ്രം ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്നുള്ളതാണ്. അതിന് യെസ് എന്ന ഉത്തരം നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചാൽ നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ഓൾ ഇൻ പൊസിഷൻ എന്നുള്ളതാണ്. നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ യെസ് എന്ന് ഇതിന് മറുപടി നൽകുക. മൂന്നാമത്തെ ചോദ്യം പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മോക്ക് പോൾ നടത്തി കഴിഞ്ഞാൽ നൽകേണ്ടതാണ്. ചോദ്യം മോക്ക് പോൾ കണ്ടക്റ്റഡ് എന്നുള്ളതാണ്. ഇതിന് യെസ് എന്ന് ഉത്തരം നൽകേണ്ടതുണ്ട്. നാലാമത്തെ ചോദ്യം വെദർ ഡാറ്റ entered during mock poll has been cleared before the actual poll എന്നുള്ളതാണ്. മോക്ക് പോളിന് ശേഷം മോക്ക് പോളിന്റെ ഡാറ്റ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഉത്തരം യെസ് എന്ന് നൽകേണ്ടതുണ്ട്. പോൾ മാനേജറിലെ 5ാമത്തെ ചോദ്യം പോൾ സ്റ്റാർട്ടഡ് എന്നുള്ളതാണ്. പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് യെസ് എന്ന ഉത്തരം നൽകേണ്ടതുണ്ട്. പോൾ മാനേജറിലെ 6 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ പോളിംഗ് സ്റ്റാറ്റസ് മണിക്കൂറിന് അപ്ഡേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചാണ്. ഇതിൽ മെയിൽ വോട്ടേഴ്സിന്റെയും ഫീമെയിൽ വോട്ടർമാരുടെയും തേർഡ് ജെൻഡർ വോട്ടർമാരുടെയും കണക്കുകൾ പ്രത്യേകം നൽകേണ്ടതുണ്ട്. ഓരോ മണിക്കൂർ ഇടവിട്ടാണ് നൽകേണ്ടത്. 8 മണിക്ക് നൽകേണ്ടത് 8:10 മുമ്പ്, അതായത് 10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നൽകേണ്ടതുണ്ട്. 8 മണിക്ക് നൽകേണ്ടത് 8 മണിക്ക് മുൻപ് നൽകാൻ കഴിയില്ല. ഓരോ
പ്രിസ്ക്രൈബ്ഡ് സമയത്തിനും 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നൽകണം എന്നുള്ളത് പ്രത്യേകം പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. പോൾ മാനേജറിലെ 17ാമത്തെ ചോദ്യം ക്യൂവിൽ എത്ര വോട്ടർമാരുണ്ട് എന്നതിനെ സംബന്ധിച്ചാണ്. പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് തന്നെ ഇതിന് ഉത്തരം നൽകേണ്ടതുണ്ട്. നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ ക്യൂ എന്നുള്ളതിൽ നമ്പർ കൗണ്ട് രേഖപ്പെടുത്തി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. 18ാമത്തെ ചോദ്യം അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് ഓൺ ക്ലോസ് എന്നുള്ളതാണ്. ഇതിൽ മെയിൽ, ഫീമെയിൽ, തേർഡ് ജെൻഡർ വോട്ടർമാരുടെ അവസാനത്തെ വോട്ട് ചെയ്തവരുടെ അവസാനത്തെ കണക്കാണ് നൽകേണ്ടത്. ഇത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലും വോട്ട് ടേൺ ഔട്ട് അക്കൗണ്ടിലും അതുപോലെ തന്നെ 17C ഒക്കെയുള്ള കണക്കുകളുമായി ഒത്തുപോകുന്ന ഒന്നായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 19ാമത്തെ ചോദ്യം പോൾ ക്ലോസ് എന്നുള്ളതാണ്. പോൾ അവസാനിക്കുന്ന സമയത്ത് ഇതിന് യെസ് എന്ന് ഉത്തരം നൽകി സെലക്ട് ടൈം എന്നുള്ള ഭാഗത്ത് പോൾ അവസാനിച്ച സമയം രേഖപ്പെടുത്തേണ്ടതുണ്ട്. 20ാമത്തെ ചോദ്യം ഓൾ പാർട്ടി റീച്ച് കളക്ഷൻ സെന്റർ എന്നുള്ളതാണ്. ഇതിന് യെസ് എന്നുള്ള ഉത്തരം നിങ്ങൾ കളക്ഷൻ സെന്ററിൽ എത്തുന്ന ഉടൻ തന്നെ നൽകേണ്ടതാണ്. നിങ്ങളുടെ മെറ്റീരിയൽസ് തിരിച്ചു നൽകിയതിന് ശേഷമല്ല ഇത് നൽകേണ്ടത്. നിങ്ങൾ പോൾ കളക്ഷൻ സെന്ററിൽ എത്തുന്ന ഉടൻ തന്നെ നൽകേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പോൾ മാനേജറിന് ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കേണ്ട മറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ASD വോട്ട്സ് എന്ന ആപ്ലിക്കേഷൻ. ഇത് ASD വോട്ടർമാരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ASD വോട്ടർമാരുടെ ഫോട്ടോ രേഖപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ അവരുടെ വോട്ട് ചെയ്ത ആളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനുമാണ് ഉപയോഗിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കും ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ASD മോണിറ്ററിൽ ലോഗിൻ ചെയ്യുന്നതിനായി നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നൽകേണ്ടതുണ്ട്. തുടർന്ന് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് നീങ്ങാവുന്നതാണ്. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ASD മോണിറ്ററിന്റെ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഡാഷ്ബോർഡിന്റെ ചിത്രമാണ് മോണിറ്ററിൽ കാണുന്നത്. 2 ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. ടോട്ടൽ ASD വോട്ട്സ് റെക്കോർഡഡ് എന്നുള്ളതും റെക്കോർഡ് ന്യൂ ASD വോട്ട്സ് എന്നുള്ളതും. ഒരു പുതിയ ASD വോട്ടറുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിനായി റെക്കോർഡ് ന്യൂ ASD വോട്ട്സ് എന്ന ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ASD വോട്ടറുടെ വിവരങ്ങൾ 3 കാര്യങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തേണ്ടതുള്ളത്. ഒന്നാമത്തേത് വോട്ടറുടെ സീരിയൽ നമ്പർ ആണ്. രണ്ടാമത്തേത് എന്തെങ്കിലും പ്രിസൈഡിംഗ് ഓഫീസർക്ക് പ്രത്യേക റിമാർക്സ് രേഖപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. മൂന്നാമത്തേത് ഫോട്ടോ രേഖപ്പെടുത്തലാണ്. ഫോട്ടോ രേഖപ്പെടുത്തുന്നതിന് ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ അതിന്റെ ഫോട്ടോയുടെ ക്ലാരിറ്റി നോക്കി എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്ത് വീണ്ടും ക്യാപ്ചർ ഫോട്ടോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വോട്ടറുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. ഒരിക്കൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റുവാൻ കഴിയുന്നതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ASD മോണിറ്ററിന്റെ ഡാഷ്ബോർഡിലെ ആദ്യ ബട്ടണായ ലിസ്റ്റ് ഓഫ് ASD വോട്ട്സ് റെക്കോർഡഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എൻ്റർ ചെയ്ത ASD വോട്ടർമാരുടെ വിവരങ്ങൾ ലഭിക്കും. വിശദമായ വിവരങ്ങൾ അതിലുണ്ടാകും. ഫോട്ടോയും സീരിയൽ നമ്പറും ഒക്കെ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ASD മോണിറ്റർ സോഫ്റ്റ്വെയറിൽ ഇത്ര മാത്രമേ പോളിംഗ് ഓഫീസർ ചെയ്യേണ്ടതുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത ഡാറ്റ പിന്നീട് കറക്റ്റ് ചെയ്യുന്നതിനോ വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നതിനോ കഴിയില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പോളിംഗ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കേണ്ട മൊബൈൽ ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ് ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 18ാം അധ്യായം പറഞ്ഞത്. മനസ്സിലാക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയുടെ ക്രോഡീകരണവും ഡിസൈനും നിർവഹിച്ചത് മധു P, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LA KBIC പാലക്കാട്.
മൊബൈൽ 94 470 42 602 9470 42602. പാലക്കാട് ജില്ലാ തിരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിനു വേണ്ടി ഈ വീഡിയോ വീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.